T20 ലോകകപ്പിൽ ആദ്യ 3 മത്സരങ്ങളും ജയിച്ച് ആത്മവിശ്വാസത്തോടെ സൂപ്പർ 8ലേക്ക് മുന്നേറുന്ന ഇന്ത്യൻ ടീം തങ്ങളുടെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ നെതർലാൻഡ്സിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. നിർണായകമായ അടുത്ത ഘട്ടത്തിനു മുൻപായി പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകാനും പകരക്കാരുടെ മികവ് പരീക്ഷിക്കാനും ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഈ മത്സരത്തെ സമീപിക്കുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഇന്ത്യൻ നിരയിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബൌളിംഗ് നിരയിലാണ് ഏറ്റവും വലിയ അഴിച്ചുപണി പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ 8ന് മുന്നോടിയായി ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചേക്കും. ബുംറയ്ക്ക് പകരം അർഷ്ദീപ് സിംഗും മുഹമ്മദ് സിറാജും പ്ലേയിംഗ് 11ലേക്ക് തിരിച്ചെത്താനാണ് സാധ്യത. സ്പിൻ നിരയിൽ കുൽദീപ് യാദവിന് പകരം ബാറ്റിംഗിലും തിളങ്ങാൻ ശേഷിയുള്ള വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്ത്യ പരീക്ഷിച്ചേക്കും. ഇതോടെ വരുൺ ചക്രവർത്തിയാകും പ്രധാന സ്പിന്നർ. ബാറ്റിംഗ് നിരയിലും മാറ്റങ്ങളുണ്ടാകും. ഇഷാൻ കിഷന് വിശ്രമം നൽകിയാൽ സഞ്ജു സാംസൺ ഓപ്പണറായി എത്തും. സഞ്ജുവിനൊപ്പം അഭിഷേക് ശർമ്മയാകും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. കഴിഞ്ഞ മത്സരങ്ങളിൽ വലിയ സ്കോർ കണ്ടെത്താൻ പ്രയാസപ്പെട്ട റിങ്കു സിംഗിന് പകരം ഒരു അധിക ബൌളറെ ടീമിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ എന്നിവർ മധ്യനിരയ്ക്ക് കരുത്തു പകരും. സഞ്ജു സാംസൺ ഓപ്പണറായി തിളങ്ങുമോ? ഇന്ത്യയുടെ ഈ പുതിയ പരീക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.